ആദ്യം താങ്കൾ ആ കുട്ടികളെ ഓൺലൈൻ ക്ലാസ്സിൽ അയച്ച് നശിപ്പിക്കാതെ നല്ല സ്കൂളിൽ അയച്ച് പഠിപ്പിക്കുന്നു. ശങ്കേ, ഞാനൊരു പ്രവാസിയാണ്, സാധാരണക്കാരനായ ഒരു പ്രവാസി. പൈസക്കാരെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ 10-40 കൊല്ലം കൊണ്ടാട്ടത്തിന്റെ മാതിരി ഇവിടെ ഈ കോട്ടം വെയിലത്ത് ജോലി ചെയ്ത് പെണ്ണുങ്ങളും കുട്ടികളും അവിടെ നാട്ടിൽ നിന്നിട്ട് വെറുതെ 10-40 കൊല്ലം ജീവിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അതിനെക്കാട്ടി നല്ലത് ഹാപ്പി ആയിട്ട് ഉള്ള പൈസ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കണമല്ലേ? അതെ അതെ. അപ്പൊ കുട്ടികളെ ഓൺലൈൻ ക്ലാസ്സിൽ ചേർത്തിച്ചിട്ടൊന്നും കുഴപ്പമില്ല. ഞാനിപ്പോ എന്റെ കുട്ടികളായിട്ട് ഇതാണ് നിങ്ങൾ വരുന്നത്. മാഷാ അല്ലാഹ്, ഇതുങ്ങളായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കണത് എന്തുകൊണ്ടാ? നിങ്ങൾ ഇവിടെ ഉണ്ടായതുകൊണ്ടല്ലേ? ഞാൻ വെയിൽ കൊണ്ടിട്ട് വരുമ്പോൾ ഇവരുണ്ട് കാണുമ്പോ ആ വെയിലൊക്കെ എനിക്ക് തണലായിട്ട് മാറുന്നത് എന്തുകൊണ്ടാ? ഇവരുണ്ടായതുകൊണ്ടല്ലേ. അപ്പൊ എനിക്ക് ഹാപ്പി എന്റെ കുട്ടികളൊപ്പം ജീവിക്കണത് തന്നെയാണ്. അത് ഏതൊരു പ്രവാസിന്റെ സ്വപ്നമാണ്. എന്ത് അവരാ മാപ്പിളാരൊപ്പം അല്ലെങ്കിൽ പെണ്ണുങ്ങളൊപ്പം ജീവിക്കുക, കുട്ടികളൊക്കെ അപ്പൊ സന്തോഷത്തിൽ ജീവിക്കാന്നുള്ളത്. അല്ലാതെ ഞാൻ ഇവിടെ കുറെ മുരടിച്ച് നടന്നിട്ട് കൊണ്ടാട്ടത്തിലുമായി നടന്നിട്ട് കാര്യമില്ല. ഈ വലിയ സാലറിക്കാർക്കാണെങ്കിൽ ഇവിടെ സ്കൂൾ പറഞ്ഞേക്കാം. നേരെ മറിച്ച് ചെറിയ സാലറിക്കാർക്ക് ഏതേ പറ്റുള്ളൂ, ഇന്നത്തെ ഓൺലൈനേ പറ്റുള്ളൂ. എന്നാ പിന്നെന്താ, സ്കൂളുമായി കുട്ടികളെ പഠിച്ചിന കുട്ടികളെ എവിടെ പോയാൽ ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥർ പഠിച്ചിട്ട് എത്ര ഡോക്ടർമാര്, കളക്ടർമാർ എന്തൊക്കെയുണ്ട്. ഇവിടെ 7000 ദിവസം വേണം ഒരു കൊല്ലം ഒരു കുട്ടിനെ പഠിപ്പിക്കണം. സാധാരണ ഇവിടെ സ്കൂളില്, സാധാ വലിയ സ്കൂളല്ല, സാധാരണ സ്കൂളിൽ. ഈ വീഡിയോ കണ്ടപ്പോൾ സത്യമാണെന്ന് തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിന്റെ താഴെ കമന്റ് ചെയ്തു. ഞാൻ ഗൾഫിലെ സ്കൂളിലെ അധ്യാപകനാണ്, മക്കളെ ഓൺലൈനിൽ ചേർക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇവരുമായിട്ടുള്ള വീഡിയോയിലൂടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ വീഡിയോ കാണാറുണ്ട്. ഇതിൽ ഈ കുട്ടികളുടെ ഇൻട്രാക്ഷനും അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് നേടേണ്ട ഒരുപാട് കാര്യങ്ങൾ അവരുടെ വീട്ടിൽ നിന്ന് നേടുന്നുണ്ട്. അതുപോലെ തന്നെ അവർ സൊസൈറ്റി ആയിട്ട് ഒരുപാട് ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ വീഡിയോയിലൂടെ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താഴെ വന്ന ചില ആളുകളുടെ കമൻറ്റുകളാണ്, ഓക്കെ, നാട്ടിലെ ഗവൺമെൻറ് സ്കൂളിനെ പഠിപ്പിനേക്കാൾ നല്ലത് വീട്ടിലെ അന്തരീക്ഷം തന്നെയാണ്. പിന്നെ കുട്ടികൾ എങ്ങനെ വളർന്നാലും ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്ക് വേണ്ട മേഖല അവർ തന്നെ കണ്ടെത്തുന്നു വേറൊരാൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനതിന് മറുപടി എഴുതിയത്, ശരിക്ക് അങ്ങനെയൊന്നല്ല. നാട്ടിലെ ഗവൺമെൻറ് സ്കൂളുകൾ മോശമല്ല, അവിടെ കഴിവതും പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. പക്ഷേ പ്രവാസികളായ ആളുകൾക്ക് അത് കഴിയില്ലല്ലോ. എന്നാൽ ചില കാര്യങ്ങൾക്ക് നാം പ്രാധാന്യം നൽകുമ്പോൾ ചിലത് ത്യജിക്കേണ്ടി വരും. ഇവർ ഇവിടെ എടുത്ത തീരുമാനങ്ങൾ നോക്കുമ്പോൾ ഓൺലൈൻ തിരഞ്ഞെടുത്തതിൽ യാതൊരു തെറ്റുമില്ല. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, വളരെ കൂടിയ ഫീസുള്ള ഒരുപാട് സ്കൂളുകളുണ്ട് ഇന്ത്യൻ സ്കൂളിൽ നിന്ന്. വളരെ കുറഞ്ഞ ഫീസിൽ നല്ല ഫെസിലിറ്റി കൊടുക്കുന്ന സ്കൂളുകളുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് മെട്രോപൊളിറ്റൻ ഇന്റർനാഷണൽ സ്കൂളിലാണ്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു സ്കൂളായിട്ടുള്ള കോസ്മോപൊളിറ്റൻ പോലെയുള്ള സ്കൂളുകളിലൊക്കെ വളരെ കുറഞ്ഞ ഫീസിൽ അജ്മാൻ ഭാഗത്തുള്ള ഷാർജ, ദുബായ് ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ വന്ന് പഠിക്കാവുന്ന ഏറ്റവും നല്ല സ്കൂളാണ് മെട്രോപൊളിറ്റൻ ഇന്റർനാഷണൽ സ്കൂൾ, അതുപോലെ തന്നെ കോസ്മോപൊളിറ്റനൊക്കെ. ഇതിലൊക്കെ വളരെ കുറഞ്ഞ ഫീസാണ്, വളരെ 400-500, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതിന് താഴെയുള്ള ഫീസുകളിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന സ്കൂളാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്കൂളുകളിലും നിങ്ങൾക്ക് ചേർക്കാൻ പറ്റും. ഇനി അതിനൊന്നും കഴിയാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 കുട്ടികൾ ഉണ്ടാകുമ്പോൾ നല്ല ഫീസ് വരും. അപ്പോൾ ചിലപ്പോൾ ഓൺലൈനിൽ പഠിപ്പിക്കുന്ന നല്ല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടെങ്കിൽ അതിൽ പഠിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രവാസികളും അവരുടെ ഫാമിലി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് പറയുന്നവർക്കുള്ളൊരു മറുപടി ആയിട്ടാണ്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ എല്ലാം കിട്ടും എന്ന് പറയുന്നത് ശരിയല്ല. നമ്മൾ റെഗുലർ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾ ആർജിച്ചെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടുകയുള്ളൂ. പക്ഷേ ഓൺലൈനിൽ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികളും അവരുടെ പാരൻസ് ഇവിടെ വർക്ക് ചെയ്യുന്നു, അവരുടെ മക്കൾ നാട്ടിൽ അറ്റൻഷൻ ഇല്ലാതെ ഏതെങ്കിലും സ്കൂളിൽ പഠിക്കുന്നതിനേക്കാൾ വളരെ നല്ലത് അവർ ഓൺലൈനിൽ പഠിച്ചിട്ട് അവരുടെ രക്ഷിതാക്കളുടെ കൂടെ ഇവിടെ ഗൾഫിൽ ജീവിക്കുന്നതാണ്. അവിടെ കൂടെ തന്നെ രക്ഷിതാക്കളുടെ ശ്രദ്ധ കൂടി ഉണ്ടാവുമ്പോൾ അവർക്ക് സാധാരണ ഒരു നാട്ടിലെ സ്കൂളിൽ പഠിക്കുന്നതിനേക്കാൾ നല്ല അറ്റൻഷൻ കിട്ടുമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിന് കഴിയാത്ത ആളുകൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ഇന്ത്യൻ സ്കൂളുകളുണ്ട്. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നേടുന്ന നിരവധി സ്കൂളുകളുണ്ട്. അത്തരത്തിലുള്ള സ്കൂളുകളിൽ നിങ്ങൾ കൊണ്ട് കുട്ടികളെ ചേർക്കുക. അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓൺലൈൻ, അത് വളരെ നല്ല ഓൺലൈൻ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലും ചേർക്കുക. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ.